വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഈദ് വ്ളോഗാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈദിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈദിൻ്റെ ദിവസം അതുപോലെ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. കൂടാണ്ട് യു.എയിൽ നിങ്ങൾ ഗോൾഡ് വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഒരു കിട്ടിലൻ ഓഫറാട്ടോ. അതായത് ഈ കാണിക്കുന്ന ഗോൾഡ് ഓർണമെൻറ്റ്സൊക്കെ ഗോൾഡ് റേറ്റ് മാത്രം കൊടുത്താൽ മതി, ഒട്ടും തന്നെ പണിക്കൂലി കൊടുക്കേണ്ട. അങ്ങനത്തെ അടിപൊളി ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല ഓഫറാണ്, മിസ്സാക്കണ്ട. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വ്ളോഗിൽ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന് ഗസ്റ്റായിട്ട് ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോനൊക്കെ ഉണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊക്കെയാണത്. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചിട്ട് അവർ പള്ളിയിൽ പോയി. പിന്നെ മക്കളൊക്കെ ഒന്ന് എണീപ്പിക്കാൻ നോക്കി, പക്ഷേ ആരും എണീറ്റില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാത്രി ലേറ്റായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് മൈലാഞ്ചൊക്കെ ഇട്ടിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം റീനൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്ത ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പം ഞാൻ നെയ്ച്ചോറും ബിരിയാണി മന്തിയൊന്നല്ല ഉണ്ടാക്കിയത്, സാദാ ചോറാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സാദാ ചോറ് പുളിങ്കറി പിന്നെ ആട് വരട്ടിയതായിരുന്നു വിചാരിച്ചത്. പിന്നെ ഇക്കായിരുന്നു നമുക്ക് മലപ്പുറം സ്റ്റൈലൊരു ഈദ് സദ്യ ഉണ്ടാക്കിയാലോ എന്ന്. അതായത് നമുക്ക് നോൺ വെജ് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ മലപ്പുറത്ത് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കറികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പുളിങ്കറി, സാമ്പാർ, പിന്നെ പച്ചടി, അതുപോലെ ആട് വരട്ടിയത്, മീൻ, പിന്നെ നമ്മൾ പാൽ പിഴിഞ്ഞതുണ്ടല്ലോ. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് പെരുന്നാൾക്ക് ഉണ്ടാക്കുന്നതാണ് പാൽ പിഴിഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ പായസത്തിന് പകരം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മോര്, രസം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം രാവിലെ ഈ പെരുന്നാൾക്ക് നമ്മൾ നേരത്തെ പെരുന്നാൾ ഭക്ഷണം കഴിക്കണമല്ലോ, പെരുന്നാൾ ചോറ് കഴിക്കണമല്ലോ. നമ്മളൊരു 9:30 സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുമ്പളങ്ങ കറിയാണ്, കുമ്പളങ്ങ തൈര് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആട് വരട്ടുന്നുണ്ട് അവിടെ. രാവിലെ തന്നെ ഞാൻ പിന്നെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറുണ്ടാക്കി വെച്ചാൽ പിന്നെ പകുതി സമാധാനമായി. ഇത് മീൻ കറിയാണ്, തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയാണ്. ഒക്കെ ഞാൻ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മളെ ഈദ് വ്ളോഗിലൊന്നും ആർക്കും റെസിപ്പീസൊന്നും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ നോമ്പിന് ഈ നെയ്ച്ചോറ്, ബിരിയാണി, മന്തി ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാദാ ചോറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സാദാ ചോറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വല്ലാണ്ട് മടുക്കൂല നമുക്ക്, അല്ലേ? അപ്പോൾ ഇന്ന് വേറൊരു ഗസ്റ്റും കൂടി ഉണ്ട്, എൻ്റെ അമ്മായിൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നാണ്, നമ്മളടുത്ത് കണ്ടിട്ട് അവർ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. അപ്പം ചോറ് കഴിക്കാൻ അവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാഴയിലയിലുമാണ് നമ്മൾ കഴിക്കുന്നത്. കാരണം ഈദ് സദ്യ എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ. പിന്നെ മലപ്പുറം ഭാഗത്ത് സദ്യ എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ എങ്ങനെയായാലും നോൺ വെജ് ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പം ചിക്കൻ ഇല്ല, മട്ടനും ഫിഷുമാണ് മെയിനായിട്ട്. ശരിക്കും ഞങ്ങൾ നോമ്പിന് നാട്ടിലേക്ക് പോകണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഇവിടെ മക്കൾക്ക് വെക്കേഷൻ ആയിരുന്നല്ലോ. പിന്നെ ഈദിൻ്റെ ലീവിന് നാട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ ഈദ് നാട്ടിൽ ആവണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, നമ്മളൊന്ന് വിചാരിക്കും, പറിച്ചൊന്ന് വേറെ ഒന്ന് വിചാരിക്കും. എന്തായാലും മൂപ്പരുടെ പ്ലാനിങ് എന്തായാലും ബെസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഇൻഷാ അല്ലാ എന്തായാലും ബെസ്റ്റ് പ്ലാനിങ് തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈദിൻ്റെ വിഭവങ്ങൾ കേട്ടോ. അപ്പം മീൻ 2 തരത്തിൽ മസാല തേച്ചിട്ടുണ്ട്. അതിൽ ഗ്രീൻ മസാല ഉണ്ട്, റെഡ് മസാലയുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഭക്ഷണം ഇങ്ങനെ ടേബിളിൽ വെക്കുമ്പോൾ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാവർക്കും വിശക്കണെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൂഹിയാണെങ്കിൽ ഉറക്കക്ഷീണത്തിൽ നന്നായിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങി നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടേക്കും പോകാനൊന്നും പ്ലാനൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ലീവൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എവിടേക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കും 1-2 കാര്യങ്ങളുണ്ടായിരുന്നു, ഇവിടെ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇക്കാക്കും വേറെയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നമ്മൾ വേറെ എവിടേക്കും പോകാൻ പ്ലാൻ ഉണ്ടായില്ലായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ നന്നാരി സിറപ്പ് ഉണ്ടായിരുന്നു, മുമ്പ് തമർ ബ്രാൻഡിൽ നിന്ന് തന്നത്. അപ്പം അതിലോട്ട് സോഡ ഒഴിച്ച്, ചെറുനാരങ്ങ പിഴിഞ്ഞ് സോഡ ഒഴിച്ചിട്ട്
എല്ലാവർക്കും ഒന്ന് കൊടുത്തതാണ്. പക്ഷെ നല്ല സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെല്ലിക്ക കാന്താരി ഉണ്ടായിരുന്നു ഇവിടെ. അതായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അതിപ്പം ഈ ചോറിൻ്റെ മേലെ അതൊക്കെ കുടിക്കുമ്പോൾ എന്താ പാടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നന്നായി സോഡാക്കി. പിന്നെ പെരുന്നാൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവരൊക്കെ പോയിട്ടോ. ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോനും അമ്മായിൻ്റെ മോനൊക്കെ പോയി. ഒരു ദിവസത്തിന് വന്നായിരുന്നു ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോന് ഷാലിജ്. അങ്ങനെ പോകാൻ നേരം റോഹിക്ക് പിന്നെ ആര് വന്നാലും ഭയങ്കര സന്തോഷമാണ്. പോകാൻ നേരം പിന്നെ ഒരു സങ്കടവും കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇക്ക പറഞ്ഞു നമുക്കിന്നൊന്ന് പുറത്ത് പോയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് പാർക്കിലെടുക്കലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവരും കൂടി. പിന്നെ ഞാനും പുറത്തൊന്നും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ പെരുന്നാൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പോകാൻ നേരമാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചോറൊക്കെ കഴിച്ചുകൊണ്ട് നല്ല ഉറക്കം വരില്ലായിരുന്നു. അപ്പോൾ പിന്നെ പോകുന്ന വഴി ഒരു ചായ വാങ്ങിച്ചു എനിക്ക് കേട്ടോ. എനിക്ക് പിന്നെ ചായ കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ്. എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും ഒരു പിടുത്തമില്ല. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ബന്ധുക്കളെ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എല്ലാവരും ഈദായതുകൊണ്ട് തന്നെ പലയിടത്തുമാണ്. ഇക്കടെ മൂത്ത ബ്രദറിൻ്റെ മോനും ഫാമിലി ഉണ്ടല്ലോ ഇവിടെ, അവർ മസ്കത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ പിന്നെ പെരുന്നാൾക്ക് പിന്നെ എല്ലാവരും ബിസി ആവുമല്ലോ. അപ്പോൾ പിന്നെ എവിടേക്കും പോയിട്ടില്ല. പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും പലയിടത്തുമാണ്, എല്ലാവരും തിരക്കിലാകും. അപ്പോൾ ആരിടത്തും പോയിട്ടില്ല. അപ്പം ഇവിടെ അജ്മാൻ സിറ്റി സെൻറ്ററിൽ പോയി അവിടുന്ന് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് അവിടുന്ന് ബർഗർ കഴിച്ചു. അങ്ങനെ ചോറ് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടല്ലോ, ഒരു 9:30 ആ സമയത്ത് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ്. ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ. അങ്ങനെ ബർഗർ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് ഒന്ന് ജസ്റ്റ് അവിടുന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്തങ്ങാണ്ട് പിന്നെ അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ചില സമയത്ത് മറന്നു പോകും, വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പിന്നെ മക്കളെ ഇവിടെ പാർക്കിൽ കിഡ്സ് ഏരിയയിലാക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല തിരക്കായിരുന്നു ഈദായതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഒരു പാർക്കിൽ കയറിയതാണ്. നോക്കട്ടെ 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 ഇങ്ങനെ 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 എന്താ കുട്ടി ഉണ്ടോ? അപ്പോൾ പെരുന്നാളായിട്ട് സിറ്റി സെൻറ്ററിനകത്തുനിന്നും ഇവിടെ നിന്നൊക്കെ നമ്മളെ വ്യൂവേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ നമ്മുടെ നാട്ടുകാരാണ്. എൻ്റെ നാട്ടിലാണ് ഇവരുടെ വീട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഇന്ന് നമ്മൾ പാർക്കിൽ പോയി ഈദിൻ്റെ ആ ഒരു സെയിം ഡേ തന്നെ പോയി. അധികം നേരം നിന്നില്ല കേട്ടോ, നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം മക്കളൊക്കെ ഊഞ്ഞാലാട്ടി പിന്നെ ഇവിടുന്ന് പോകുമ്പം കുറച്ച് കരഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം പെട്ടെന്ന് പോയി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഈവനിങ്ങും ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേയും സെയിം ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ വരുമ്പോൾ കുറച്ച് നമ്മൾ എന്താ പറയുക ഇങ്ങോട്ടേക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് വേഗം ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കുക്കീസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മക്കൾക്ക്, പോപ്കോണ് പിന്നെ ജ്യൂസ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ പാർക്കിലിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയായാലും നമ്മൾ എന്താ പറയുക ഇങ്ങനെ പാർക്കിലൊന്നും പോകാൻ ചാൻസ് ഇല്ല. കൂടുതൽ പേരും പുറത്തൊക്കെ കറങ്ങാനായിരിക്കും പോകുന്നത്. പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ പാർക്കിൽ പോയിരിക്കാൻ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പം ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ചായയൊക്കെ ഉണ്ടാക്കി
ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ, നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്. സെയിം ഡ്രസ്സ് തന്നെ ഇട്ടു. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന്. പിന്നെ വിചാരിച്ചു ഞാനിപ്പോൾ എന്തിനാ വെറുതെ നമ്മൾ മിക്സ് ചെയ്യുന്നത്, കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അപ്പം സെയിം ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ പെയ്തു കേട്ടോ. പ്രതീക്ഷിക്കാത്തൊരു മഴയായിരുന്നു രണ്ടാം പെരുന്നാൾക്ക്. അങ്ങനെ ഇപ്പോൾ വിചാരിച്ചു ഇന്നത്തെ മൊത്തം പോയിന്ന്. പക്ഷേ ഇവിടെ എത്തിയപ്പം മഴയൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചധികം നേരം മഗ്‌രിബിൻ്റെ സമയം വരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ നമ്മൾ പോരാൻ നേരമാണ് പിന്നെ മഴ പെയ്തത് കേട്ടോ. കറക്റ്റ് സമയത്ത് വരുമ്പോഴും മഴ പെയ്തു, പോകുമ്പോഴും മഴ പെയ്തു. പക്ഷേ ഇപ്പം റൂയിമോൾക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മഴ ചാറിൽ കൊണ്ടതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും സ്നാക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. പിന്നെ മക്കൾക്കാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പാരൻസിന് കാര്യമായിട്ടൊന്നുമില്ല, പാർക്കിലിങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നതന്നെ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു. പക്ഷേ മക്കൾക്ക് റോസും റൂഹിയും രണ്ടാളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റീനുവിന് പിന്നെ പോപ്കോൺ കിട്ടിയാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മൈലാഞ്ചിൻ്റെ കാര്യം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് ഹാൻഡ് കോണുണ്ട്, നെയിൽ കോണുണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് 2 ആൾക്കാർ തന്നതായതുകൊണ്ട് 2 പേരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പലരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വിശേഷത്തിലോട്ട് പോവാം. സ്വർണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണാവശ്യത്തിനായിട്ട് സ്വർണം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ നല്ല കിട്ടിലൻ ഓഫറാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പം പോകുന്നത് ഷാർജ റോളയിലുള്ള അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലോട്ടാണ്. അപ്പോൾ ഇവരിപ്പം 2 മാസമായിട്ടുള്ളൂ ഇവിടെ ഓപ്പൺ ആയിട്ട്. പക്ഷേ ഇവിടെ കിട്ടിലൻ ഓഫേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി ബാംഗിൾസാണ്, അടിപൊളി മാലകളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് 0% മേക്കിംഗ് ചാർജിലാണ് കിട്ടുന്നത്. അതായത് ഒട്ടും തന്നെ പണിക്കൂലിയില്ല, വെറുതെ പറയില്ല. അതൊക്കെ ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഈ കാണുന്ന നെക്ലേസും മാലകളും ഒക്കെ നിങ്ങൾക്ക് ഒട്ടും തന്നെ പണിക്കൂലി കൊടുക്കേണ്ട, ഗോൾഡ് റേറ്റ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് മാലകളെന്നൊക്കെ. ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും വേർത്താണ്. ഇപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണ ആവശ്യത്തിനായിട്ട് നിങ്ങൾ ജ്വല്ലറി ഇവിടുന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല പണിക്കൂലി കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ജ്വല്ലറി ഐറ്റംസാണ്. ഇവിടെ നിങ്ങൾക്ക് പണിക്കൂലി ഇല്ലാണ്ട് 0% മേക്കിംഗ് ചാർജിൽ കിട്ടാൻ പോകുന്നത് കേട്ടോ. ശരിക്കും കല്യാണത്തിനൊക്കെ ഇവിടുന്ന് ജ്വല്ലറി വാങ്ങിച്ച് കൊണ്ടുപോകുന്നവർക്കൊക്കെ നല്ല ഓഫറാണ് അത് കേട്ടോ. കാരണം എവിടെയും കിട്ടാത്ത ഓഫറാണ്. അത്രയും നല്ല ജ്വല്ലറി കളക്ഷൻസ് നിങ്ങൾക്ക് 0% മേക്കിംഗ് ചാർജിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ ഈ ഓഫർ മിസ്സാക്കണ്ട. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഓഫർ 1 മാസത്തേക്കേ ഉള്ളൂ. ഇന്ന് തൊട്ട് മെയ് 10 വരെയാണ് ഓഫർ വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാവരും വാങ്ങിക്കാൻ നോക്കാം മാക്സിമം. ഈ ബാംഗിൾസൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല പണിക്കൂലിയുള്ള ബാംഗിൾസൊക്കെയാണ് നിങ്ങൾക്ക് 0% മേക്കിംഗ് ചാർജിൽ വരുന്നത്. എനിക്ക് ഇവിടെ നെക്ലേസൊക്കെ പിന്നെ നമ്മൾ കല്യാണാവശ്യത്തിനായിട്ട് എടുക്കുന്ന നെക്ലേസുകളാണ്. പക്ഷേ ഇവിടെ വളകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ക്യൂട്ട് വളകൾ, അതൊക്കെ 0% മേക്കിംഗ് ചാർജിലാണ് കിട്ടുന്നത്. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് അവൈലബിൾ ആണ് 0% മേക്കിംഗ് ചാർജിൽ. പക്ഷേ അതൊക്കെ നോർമൽ സെലക്റ്റഡ് ഐറ്റംസ് ആയിരിക്കും. ഇതങ്ങനെയല്ല. ഇതൊക്കെ നല്ല ഭംഗിയുള്ള, അത്യാവശ്യം കണ്ടാൽ തന്നെ നല്ല പണിക്കൂലി തോന്നിക്കുന്ന വളകളും നെക്ലേസൊക്കെയാണ് നിങ്ങൾക്ക് 0% മേക്കിംഗ് ചാർജിൽ അവൈലബിൾ ആവുന്നത് കേട്ടോ. അപ്പം 0% മേക്കിംഗ് ചാർജിൽ അവൈലബിൾ ആവുന്ന ബാംഗിൾസും നെക്ലേസൊക്കെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു. ഇനി നമുക്ക് ഇവിടുത്തെ വേറെയും കുറച്ച് കളക്ഷൻസ് കണ്ടു നോക്കാം.
ഇനി ഇവിടുത്തെ പുതിയ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ന്യൂ കളക്ഷൻസാണ് ഇതൊക്കെ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും വെറൈറ്റി കളക്ഷൻസാണ്. പിന്നെ എസ്ട്രെല്ല എന്നാണ് ഈ ഒരു കളക്ഷൻസിൻ്റെ പേര്. ഞാൻ മുമ്പ് അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് ദുബായിലുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്, എവിടെയും കാണാത്ത കുറച്ച് കളക്ഷൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വാങ്ങിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേർത്തായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഡയമണ്ട് കളക്ഷൻസ് ആണ്. ഡയമണ്ടിനായിട്ട് ഒരു സ്പേസ് തന്നെ ഉണ്ട്. ഡയമണ്ട്സിനും നല്ല അമേസിങ് കളക്ഷൻസ് ഉണ്ട്. കൂടാണ്ട് നല്ല കിടിലൻ ഓഫേഴ്സ് ഉണ്ട് ഡയമണ്ട്സിന് കേട്ടോ. ശരിക്കും അവർ ഈ ഒരു ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെയ് 2 തൊട്ടാണ്. അക്ഷയ തൃതീയ ഓഫറാണ് ഇതൊക്കെ. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് അവർ ഈ വീഡിയോ ഇട്ട പാടന്നെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ട, വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി എന്തായാലും. അപ്പോൾ ഡയമണ്ട്സിന് ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡയമണ്ട്സിന് കേട്ടോ. ശരിക്കും ഇപ്പം ഗോൾഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡയമണ്ട്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. കാരണം ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. 1 അല്ല 2 അല്ല 3 ഓഫേഴ്സാണ്. കൂടാണ്ട് അക്ഷയ തൃതീയേൻ്റെ വേറെയും ഓഫേഴ്സ് ഉണ്ട്. ഗോൾഡ് കോയിൻ കിട്ടുന്ന ഓഫേഴ്സൊക്കെ ഉണ്ട്. എല്ലാം ഞാനിതിൽ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കുറച്ച് ഡയമണ്ട് കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ദുബായിലുള്ള അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സിൽ പോയപ്പോഴും ഈ സാവരിയ കളക്ഷൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കളക്ഷൻസ് ആട്ടോ, ഒരു രക്ഷയില്ല സംഭവം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ല വെറൈറ്റി കളക്ഷൻസ് ഇതാ ഇവിടെ കാണാൻ പറ്റി കേട്ടോ. അപ്പം ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവും. അടിപൊളി കളക്ഷൻസ് ഉണ്ട്, ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ 0% മേക്കിംഗ് ചാർജിൽ വരുന്നതല്ല കേട്ടോ. പക്ഷേ നമ്മൾക്ക് മീൻസ് അത് കിട്ടുമ്പോഴേ നമ്മൾ കല്യാണാവശ്യത്തിനൊക്കെ ആയിട്ട് ഇതൊക്കെ ഒരു സിംഗിൾ പീസൊക്കെ വാങ്ങിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം സ്റ്റോണിന് അവർ പ്രത്യേക റിഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ അവരോട് തന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ആൻറ്റിക് കളക്ഷൻസും ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ ആൻറ്റിക് കളക്ഷൻസിൽ വരുന്നിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം ജ്വല്ലറി കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നല്ല ഓഫേഴ്സും അവർ കൊടുക്കുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട്. ഇത് മുഗൾ കളക്ഷൻസ് ആണ്. ആ ഒരു ജ്വല്ലറി മാലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും നല്ലൊരു എന്താ പറയുക, ഒരു ഗ്രാൻഡ് ലുക്ക് തരുന്ന മാലകളൊക്കെയാണ് കേട്ടോ. പിന്നെ അതാ എസ്ട്രെല്ലിൻ്റെ ഇത് ഇവിടെ മാത്രം കിട്ടുന്ന, അതായത് UAE ഇവിടെ മാത്രം കിട്ടുന്ന ഒരു കളക്ഷനാണിത്. 22 ക്യാരറ്റിൽ ഇറ്റാലിയൻ കളക്ഷൻസാണ് വരുന്നത്. അത് ഇവിടെ UAE ഈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അറക്കലിന്. അപ്പം അവരുടെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആണ് 22 ക്യാരറ്റിൽ ഇറ്റാലിയൻ കളക്ഷൻസ്. സാധാരണ ഇറ്റാലിയൻ കളക്ഷൻസ് 22 ക്യാരറ്റിൽ വരാറില്ല, പക്ഷേ ഇവിടെ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ നല്ല മീൻസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ഉണ്ട്. സിമ്പിളായിട്ട് 4 പീസ് സെറ്റ്, 2 പീസ് സെറ്റ്, അതായത് മാല, ബ്രേസ്ലെറ്റ്, കമ്മൽ, മോതിരം അങ്ങനെ വരുന്ന സെറ്റുകൾ. ഇത് മാല, കമ്മൽ, മോതിരം അങ്ങനെ വരുന്ന സെറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ 2 പവന് 2.5 പവന് അതിലൊക്കെ വരുന്ന കളക്ഷൻസ് ആട്ടോ. അതിനും താഴെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ കൂടുതലായിട്ട് നോക്കിയില്ല. പക്ഷേ നല്ല അമേസിങ് കളക്ഷൻസ് ആണ്. 22 ക്യാരറ്റിൽ ഇറ്റാലിയൻ കളക്ഷൻസ് കേട്ടോ. എസ്ട്രെല്ല എന്നാണ് പേര്. അപ്പോൾ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ 2 ഓഫേഴ്സാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് 0% മേക്കിംഗ് ചാർജിൽ നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ്. മെയ് 10 വരെ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 80% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഡയമണ്ട് ഓർണമെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതും മെയ് 10 വരെ ഉള്ളൂ. പിന്നെ മൂന്നാമത്തേത് നല്ലൊരു അടിപൊളി ഓഫറാണ്. അതായത് നിങ്ങൾക്ക് ഗോൾഡ് ബുക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞ സമയത്ത് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ റേറ്റ് കൂടിയാലും നിങ്ങൾക്ക് ആ കുറഞ്ഞ സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്ത ആ ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ, ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാം. അഥവാ ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ച ആ സമയത്തുള്ള ഗോൾഡ് റേറ്റിനേക്കാളും കുറവാണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ലാഭമാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് തൊട്ട് തന്നെ ഗോൾഡ് ബുക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് ഇതുപോലെ തന്നെ 200 ദിറംസിൻ്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട്. ഡയമണ്ട് വൗച്ചറാണ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിക്കുകയും ചെയ്യാം, അത് റിഡീം ചെയ്തിട്ട് കേട്ടോ. അപ്പം അതും നല്ല ഓഫറാണ്, മിസ്സാക്കണ്ട. ഇങ്ങനെ കല്യാണാവശ്യത്തിനൊക്കെ ആയിട്ട് ഗോൾഡ് വാങ്ങിക്കുന്നവർക്ക് നല്ല അടിപൊളി ഓഫറാണ്. ഇപ്പോൾ തന്നെ പോയിട്ട് ബുക്ക് ചെയ്തോളൂ കേട്ടോ. അതും മെയ് 10 വരെയുള്ളൂ. ഇനിയും വേറെയും ഓഫറുണ്ട്.
നാലാമത്തെ ഓഫർ മെയ് 2 മുതൽ മെയ് 12 വരെയുള്ളൂ കേട്ടോ. അതായത് 10 ദിവസത്തിന് ഗോൾഡും ഡയമണ്ടും വാങ്ങിക്കുന്ന ആളുകൾക്ക് അവർ ഫ്രീ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. 2500 ദിറംസിൻ്റെ ഡയമണ്ടും 3000 ദിറംസിൻ്റെ ഗോൾഡും വാങ്ങിക്കുന്നവർക്കാണ് അങ്ങനെ ഫ്രീ ആയിട്ട് ഗോൾഡ് കോയിൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഓഫർ മെയ് 2 മുതൽ മെയ് 12 വരെയാണ് കേട്ടോ. അതിപ്പോൾ ഇല്ല. ബാക്കി 3 ഓഫേഴ്സും നമ്മുടെ വ്യൂവേഴ്സിന് അവർ നേരത്തെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 2500 ഡയമണ്ട് ആണെങ്കിലും 3000 ഗോൾഡ് ആണെങ്കിലും അവർ ഏതെങ്കിലും ഒന്നെടുത്താലും മതി, അതിൻ്റെ കൂടെ ഫ്രീ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓഫേഴ്സൊക്കെ അവരുടെ അരക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ്. മാക്സിമം നിങ്ങൾ ഇവിടെ ഷാർജയിൽ തന്നെ വന്നിട്ട് വാങ്ങിക്കാൻ നോക്കുക. കാരണം ഞാൻ ഇവിടുത്തെ കളക്ഷൻസ് ആണല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നെ വന്ന് നോക്കാം. ദേര, ബർദുബായ്, ഷാർജ, UAE അവർക്ക് 8ഓളം ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതിലൊക്കെ ഈ അക്ഷയ തൃതീയൻ്റെ ഓഫറുകളും ഉണ്ട് കേട്ടോ. ഓൾഡ് ഗോൾഡ് സൂക്കിലും പുതിയ ഗോൾഡ് സൂക്കിലൊക്കെ ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കിപ്പം ഈ ഷാർജ റോളിൽ തന്നെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഓഫേഴ്സ് അവൈലബിൾ ആവും. അപ്പോൾ നല്ല ഓഫറല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കല്യാണ ആവശ്യത്തിനായിട്ടൊക്കെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. കാരണം 0% മേക്കിംഗ് ചാർജിൽ ഇത്രയും നല്ല ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് വേറെയും ഓഫേഴ്സ് ഉണ്ട്. ഓഫർ മിസ്സാക്കണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.